അച്ഛാ ഞങ്ങൾ പോയിട്ട് വരട്ടോ. ഓ അതിപ്പോ പറയാൻ നിക്കണം, കണ്ടറിയില്ലേ പോവാന്ന്. പിള്ളക്കുട്ടിയൊന്നല്ലല്ലോ. ആ കേറ്, സമയമില്ല. അല്ല അച്ഛനുള്ള ഭക്ഷണം അവിടെ ഉണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളൂ. നീ എന്ത് ഇങ്ങനെയൊക്കെ പറയണേ? എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഞാൻ അവിടുത്തെ സെർവന്റ് ഒന്നല്ലല്ലോ. മോനെ എന്താ ഒന്നുകൂടി വരി. എന്താ മോ അച്ഛനൊരു പൊറാട്ട പിടിച്ചോണ്ടെന്ന് തരുമോ? ആ ഇതാ ഉറുപ്പിക്ക് കുട്ടി മുട്ടായി മേടിച്ചോളി ഇട്ടാ. ഇത് 6 ഉറുപ്പ്യല്ലേ പൊറാട്ടയ്ക്ക് 12 ഉറുപ്പ്യാണേ. ആണോ? ഞാൻ കൊറേ കാലായി കടയിൽ നിന്നൊക്കെ കഴിച്ചിട്ടേ. എന്നാ മോണ്ട് തന്നോ, അപ്പൊ കൊള്ളി ഇട്ടാ. അച്ഛാ കഴിച്ചോ? ആ കഴിച്ചു. എന്തായിരുന്നു സദ്യ? അല്ലേ ബിരിയാണി ആയിരുന്നു. ബിരിയാണി ആയിരുന്നു. ഭയങ്കര ചൂടാ, പറമ്പിലേന്നു പന്തലേ. ആ സവന പോണ അച്ഛന് വേണ്ടേ, വയറ് നിറഞ്ഞിരിക്കും. അപ്പൊ അത് കുടിച്ചാലേ ഛർദിക്കുള്ളൂ. മോൻ പോട്ടൊന്ന് കടന്നുറങ്ങി. ആയിക്കോട്ടെ. സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച, അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയ മാതാപിതാക്കൾ അറിയാൻ ജീവിതം ഒന്നേ ഉള്ളൂ. അല്പമെങ്കിലും അവനവന് വേണ്ടി കൂടി ജീവിക്കുക. ആർക്കും ഈ ഒരു ഗതി വരുത്തരുതേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.